ആറാം ബഡ്ജറ്റ് അവതരണത്തിന് ഒരുങ്ങി രാജ്യത്തെ ആദ്യ ഫുൾ ടൈം വനിതാ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രതീക്ഷയോടെ രാജ്യം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഇടക്കാല ബഡ്ജറ്റാണെങ്കിലും ജൂലൈയിലെ സമ്പൂർണ്ണ ബഡ്ജറ്റിന് മുന്നോടിയായി അടിസ്ഥാന സൗകര്യ വികസനം, നിക്ഷേപ വളർച്ച തുടങ്ങിയവയ്ക്ക് അടിത്തറയിടുന്ന ഘടകങ്ങൾ ഇതിൽ ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്തുന്ന ഇടക്കാല ബഡ്ജറ്റാണെങ്കിലും ബഡ്ജറ്റിൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഭാഗമുണ്ട്. രാജ്യത്തെ 14ാമത്തെ ഇടക്കാല ബഡ്ജറ്റാണ് എത്തുന്നത്. തിരഞ്ഞെടുപ്പ് എത്തുന്നതിനാൽ സർക്കാരിന് വേണ്ടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജനപ്രിയ നടപടികൾ സ്വീകരിക്കുമോ, മറ്റ് ഇടക്കാല ബഡ്ജറ്റുകളിൽ നിന്ന് ഇത്തവണത്തെ ബഡ്ജറ്റ് വ്യത്യാസപ്പെടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മുൻവർഷത്തെ ബഡ്ജറ്റിൽ ധനമന്ത്രി പുതിയ ആദായ നികുതി വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ നികുതി ഘടനയിൽ ഇത്തവണ കാര്യമായ മാറ്റങ്ങളൊന്നും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചനകൾ. 2024 രാജ്യത്തിന്റെ GDP 4 ലക്ഷം കോടി US$ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 യൂണിയൻ ബഡ്ജറ്റിൽ അടിസ്ഥാന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ ജൂലൈയിലെ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ വിപുലമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. അമൃത് ഭാരത്, വന്ദേ ഭാരത് ട്രെയിനുകൾക്കായുള്ള റെയിൽവേ കോച്ചുകളുടെ പ്രാദേശിക നിർമ്മാണത്തിനും റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയുടെ വികസനത്തിനും ഉയർന്ന ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഉൽപാദന അടിസ്ഥാന സൗകര്യ മേഖലകളെ പരിവർത്തനം ചെയ്യുന്നതിനാവശ്യമായ ഊന്നൽ ബഡ്ജറ്റിൽ നൽകിയേക്കും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് വിപ്ലവം വലിയ തോതിൽ ഉടലെടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കായുള്ള IPOകൾക്കായുള്ള ചട്ടക്കൂട് ലളിതമാക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ചേക്കും. 7% GDP വളർച്ചാ നിരക്കിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നതിനുള്ള പദ്ധതികളും ഉണ്ടാവാം. ഈ വർഷത്തെ വോട്ട്, ഓൺലൈൻ അക്കൗണ്ടും തുടർന്നുള്ള സമ്പൂർണ്ണ ബഡ്ജറ്റ് സ്റ്റാർട്ടപ്പുകൾക്കും SME മേഖലകൾക്കും ആവശ്യമായ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്ന് ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ഇടപെടൽ ഉണ്ടായേക്കും എന്ന് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ട്രാവൽ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, വ്യവസായം തുടങ്ങിയ മേഖലകൾ ഇന്ത്യയുടെ GDPയിൽ കൂടുതൽ സംഭാവന നൽകുന്ന മേഖലകളാണ്. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ എയർ, റോഡ്, ട്രെയിൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. ഈ മേഖലയിൽ കാര്യമായ പുരോഗതി കൈവരിക്കാനും വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനുള്ള നടപടികളും ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാം. തിരഞ്ഞെടുപ്പെടുക്കുന്നതിനാൽ വനിതകൾ, കർഷകർ തുടങ്ങിയ വോട്ട് ബാങ്കുകളെ ആകർഷിക്കാനുള്ള നടപടികൾ പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. ഇതൊരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അല്ലാത്തതിനാൽ ഇത്തവണ കാര്യമായ നികുതി മാറ്റങ്ങൾക്കോ നയമാറ്റങ്ങൾക്കോ സാധ്യതയില്ലെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി GDPയുടെ 5.5% പ്രതീക്ഷിക്കുന്നത്. ഗവൺമെന്റ് മൂലധന ചെലവിൽ കുറവ് വരുത്തുമെന്ന് സൂചനയുണ്ടെങ്കിലും റോഡുകൾക്കും റെയിൽവേക്കുമായുള്ള വിഹിതം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ വിഹിതത്തിൽ ഇപ്പോൾ കാര്യമായ വർധനമുണ്ട്. റെയിൽവേ വിഹിതം 2024 സാമ്പത്തിക വർഷത്തിൽ 40% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമീണ കാർഷിക മേഖലകൾക്കായുള്ള വിഹിതം ഉയർത്തിയേക്കുമെന്നും സൂചനയുണ്ട്. PM കിസാൻ സ്കീമിന് കീഴിലുള്ള തുക ഉയർത്തുമോ എന്നതാണ് കർഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. 2025 സാമ്പത്തിക വർഷത്തിൽ പൊതുമേഖലാ കമ്പനികളുടെ ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യം ഉയർത്തിയേക്കും എന്നും സൂചനയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഓഹരി വിറ്റഴിക്കലുകളുടെ വേഗത വർദ്ധിപ്പിച്ചേക്കും. സ്ത്രീകൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതികളും താങ്ങാനാവുന്ന ഭവന പദ്ധതികൾക്ക് ഉത്തേജനം ലഭിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും ഉണ്ടാകാം. ഇടക്കാല ബഡ്ജറ്റിൽ ഇവ പ്രഖ്യാപിച്ചില്ലെങ്കിലും സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.